മാധ്യമപ്രവർത്തകരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് വഴി നമ്മുടെ പൊതുസമൂഹത്തിൽ സംഭവിച്ച നാശത്തെക്കുറിച്ച് സർക്കാരിൻ്റെയും ഉത്തരവാദപ്പെട്ടവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പത്രസമ്മേളനത്തിൻ്റെ ലക്ഷ്യം. കഴിഞ്ഞ വർഷം നമ്മൾ അനുഭവിച്ചതുപോലെ വയനാട്ടിലും വിലങ്ങാടും സംഭവിച്ച പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് ഊഹിക്കാവുന്നതിലും വലിയ ദുരന്തങ്ങളായിരുന്നു എന്നുള്ളതുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ ആ മേഖലകളിൽ പതിയുകയുണ്ടായി. എന്നാൽ ആൾനാശം സംഭവിച്ചിട്ടില്ല എന്ന കാരണത്താലാകാം ഒരുപക്ഷെ ഈ ജോസ്ഗിരി, ഉദയഗിരി, അതുപോലെ തന്നെ നമ്മുടെ താബോർ, തയ്യേനി, പാലാവയൽ പ്രദേശങ്ങളിലുണ്ടായ വലിയ നാശനഷ്ടങ്ങളെക്കുറിച്ച് സർക്കാരോ ഉത്തരവാദപ്പെട്ടവരോ കാര്യമായ ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നുള്ള പരിദേവനം ഈ പ്രദേശത്തെ സകല മനുഷ്യർക്കുമുണ്ട്. ആ പരിദേവനത്തിലേക്ക് സർക്കാരിൻ്റെയും ഉത്തരവാദപ്പെട്ടവരുടെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഞങ്ങൾ ഈ ഒരു പത്രസമ്മേളനത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ജോസ്ഗിരി ആലക്കോട് റോഡ്, ജോസ്ഗിരി താബോർ ചെറുപുഴ റോഡ്, ജോസ്ഗിരി കാപ്പിമല കോഴിച്ചാൽ റോഡ്, മുതുവാടി അരിവളഞ്ഞപൊയിൽ റോഡ്, ജോസ്ഗിരി ചതുപ്പുചാൽ കോഴിച്ചാൽ റോഡ്, ഇങ്ങനെ ആ പ്രദേശങ്ങളെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന വഴികളൊക്കെയും നാശത്തിൻ്റെ വക്കിലാണെന്നല്ല, ആ റോഡുകൾ നശിച്ചു കഴിഞ്ഞു. അപ്രകാരമുള്ള ആ പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു പോയത് വളരെ ഗൗരവമായിട്ട് തന്നെ സർക്കാർ കാണുന്നു. തീർച്ചയായും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ചെയ്ത സേവനങ്ങളെ ഞങ്ങൾ വിലമതിക്കുന്നു. 2-3 ദിവസങ്ങൾ കൊണ്ട് റോഡുകളിലെ മണ്ണ് മാറ്റുകയും അവിടെ സഞ്ചാരയോഗ്യമാക്കാൻ, കാൽനടയ്ക്ക് യോഗ്യമാക്കാൻ സാധിച്ചു. പക്ഷെ റോഡുകൾ പലതും തകർന്നതുകൊണ്ട് ആ പ്രദേശങ്ങളിലെ ഗതാഗത സംവിധാനം പൂർണ്ണമായും നിലച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത് എന്നത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. 53ഓളം വീടുകളാണ് ഈ ഉദയഗിരി, ജോസ്ഗിരി, താബോർ പ്രദേശങ്ങളിൽ പൂർണ്ണമായും നാശമടഞ്ഞിരിക്കുന്നു. 53 വീടുകൾ പൂർണ്ണമായും പുനർനിർമ്മിക്കുകയും ഒട്ടനവധി വീടുകൾ ഇനി അത് അധിവാസയോഗ്യമാക്കിയെടുക്കുകയും ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ട്. പല വീടുകളുടെയും പിന്നിൽ വലിയ മൺകൂനകൾ ഇടിഞ്ഞു വീണതിനാൽ അവിടെ വസിക്കാനാവാത്ത സാഹചര്യമുണ്ട്. വാഹന സൗകര്യങ്ങളില്ലാത്തത് കൊണ്ട് JCB പ്രവേശിക്കാൻ കഴിയാത്ത വിധത്തിൽ അവിടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്നുള്ളതും സങ്കടകരമായ സത്യമാണ്. ഈ കാര്യങ്ങളിലേക്ക് വിശദാംശങ്ങൾ നിങ്ങൾക്ക് തരുന്ന പത്രക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിനാൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ കാര്യങ്ങളിലേക്ക് കേരള സർക്കാരിൻ്റെ അടിയന്തരമായ ശ്രദ്ധ പതിയണം. മലയോരത്ത് ഉണ്ടായിട്ടുള്ള കനത്ത നാശനഷ്ടങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി മലയോരത്തിൻ്റെ ഗതികേട് മനസ്സിലാക്കി ഒരു സ്പെഷ്യൽ പാക്കേജ് തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പ്രഖ്യാപിക്കണം എന്നതാണ് ഞങ്ങൾ ഇവിടെ സർക്കാരിന് മുമ്പിൽ വയ്ക്കുന്ന നിർദ്ദേശം. ഇവിടെ ഒട്ടനവധി കുടുംബങ്ങൾ നാശമടയുന്ന വക്കിലെത്തിയിരിക്കുകയാണ്. ഒരുപാട് കുടുംബങ്ങൾ അവരുടെ ഭവനങ്ങൾ വാസയോഗ്യമല്ലാതായി തീർന്നിരിക്കുന്നു. തയ്യേനി കുന്നില് വനാതിർത്തിയോട് ചേർന്നുള്ള ആദിവാസി മലവേട്ടു കോളനിയിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. അങ്ങോട്ടേക്കുള്ള ഗതാഗത സൗകര്യങ്ങളെല്ലാം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. ഈ പ്രദേശത്തെ അംഗനവാടി ഉൾപ്പെടെ തകർന്നിട്ടുണ്ട്. ആ പ്രദേശത്തേക്ക് യാത്രാ സൗകര്യമില്ല എന്ന് മാത്രമല്ല, ആ പ്രദേശത്തെ റോഡുകൾ 10-30 മീറ്ററോളം റോഡുകൾ ഒലിച്ചു പോയിരിക്കുന്നതിനാലാണ് ഈ ഗതാഗതം അസാധ്യമായി തീർന്നിരിക്കുന്നത്. ഈ പ്രദേശത്ത് സർക്കാരിൻ്റെ ശ്രദ്ധ ഗൗരവമായി പതിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ 2 പ്രദേശങ്ങളിലായി സംഭവിച്ചിരിക്കുന്ന വലിയ പ്രകൃതി ദുരന്തങ്ങൾക്ക് സർക്കാരിൻ്റെ സത്വര ശ്രദ്ധ ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്. സർക്കാർ പ്രത്യക്ഷത്തിൽ പ്രകടമായി അത്യാവശ്യം ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് ഞങ്ങൾ നിഷേധിക്കുന്നില്ല. മറിച്ച് സർക്കാരിൻ്റെ ഇടപെടൽ എന്ന് പറയുമ്പോൾ ഈ വീടുകൾ പുനർനിർമ്മിക്കുന്നതിന് വേണ്ട രീതിയിലുള്ള ഈ റോഡുകൾ
ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടിയുള്ള സത്വരമായ ഇടപെടൽ തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് വളരെ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നതിനാൽ ഈ കാര്യത്തിൽ ഒരു സ്പെഷ്യൽ പാക്കേജ് തന്നെ ആണ് അവിടുത്തെ നിവാസികൾ, മലയോര നിവാസികൾ ആവശ്യപ്പെടുന്നത്. യെസ്, മന്ത്രി സണ്ണി ജോസഫ് ഉൾപ്പെടെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ, കളക്ടർ ഉൾപ്പെടെ അവർ വന്നിരുന്നു എന്ന കാര്യം ഞങ്ങൾ വിസ്മരിക്കുന്നില്ല. പക്ഷേ അവർ വന്ന് ഇപ്പോൾ മഴ ഏകദേശം മാറി പ്രശ്നങ്ങൾ തീർന്നു എന്ന ഒരു പ്രതീതി ജനിക്കുന്നു എന്നത് ആളുകളെ വല്ലാതെ ആശങ്കാഭരിതരാക്കുന്നുണ്ട്. തങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊന്നും ഇനി തിരിച്ചു കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതെ പോകുന്നു എന്ന ദുഃഖമാണ് അവർ പങ്കുവയ്ക്കുന്നത്. തീർച്ചയായും സർക്കാരിൻ്റെയും ബന്ധപ്പെട്ടവരുടെയും മുമ്പിൽ ഞങ്ങൾ ഇത്തരത്തിലുള്ള ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ആരുടെയും വീഴ്ചകളെ കുറിച്ച് ഞങ്ങൾ ഈ ഘട്ടത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് ആരെയും കുറ്റപ്പെടുത്തുക എന്നുള്ളതിനേക്കാൾ ഉപരി ഈ കാര്യത്തിൽ സത്വരമായൊരു ശ്രദ്ധ സർക്കാരിൻ്റേത് പതിയേണ്ടതുണ്ട്. റവന്യൂ വകുപ്പ് ഈ കാര്യത്തിൽ വേണ്ടത്ര പഠനങ്ങൾ നടത്തി നാശനഷ്ടങ്ങൾ കണക്കുകൂട്ടി ഇത് ബാധിച്ചിരിക്കുന്ന കുടുംബങ്ങളെയും സമൂഹങ്ങളെയും സംരക്ഷിക്കുന്ന പദ്ധതികൾക്ക് രൂപം കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ EWS സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും 2 മാനദണ്ഡങ്ങളാണുള്ളത് എന്ന് നമുക്കറിയാം. കേരളത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലം, ഭൂമിശാസ്ത്രപരമായ അധിവാസ മേഖലകളുടെ പശ്ചാത്തലം മനസ്സിലാക്കാത്ത നിയമമാണ് പലപ്പോഴും ഇവിടെ നിലനിൽക്കുന്നത്. കേന്ദ്രത്തിൽ ഇത് 8 ലക്ഷം രൂപ വരെയും വാർഷിക വരുമാന പരിധിയുള്ളപ്പോൾ ഇവിടെ സംസ്ഥാനത്ത് അത് 4 ലക്ഷമായി നിജപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ഭൂവിസ്തൃതി, ഭൂവുടമസ്ഥാവകാശം എന്നത് കേരളത്തിൽ അത് 2 ഏക്കറായി നിജപ്പെടുത്തിയപ്പോൾ സംസ്ഥാനത്ത് 2 ഏക്കറാകുമ്പോൾ കേന്ദ്രത്തിൽ അത് 4 ഏക്കറാണ് എന്നുള്ളതും നമ്മൾ വ്യത്യാസം മനസ്സിലാക്കണം. പലപ്പോഴും മലയോര കർഷകർ അവർക്ക് 4-5 ഏക്കർ ഭൂമിയുണ്ട്. പക്ഷേ ആ ഭൂമിയിൽ നിന്നുള്ള വരുമാനം എന്ന് പറയുന്നത് പ്രതിവർഷം 50,000 രൂപ പോലും കിട്ടാത്ത സാഹചര്യമാണ് എന്ന് ആ പ്രദേശങ്ങളിൽ ജീവിച്ചിട്ടുള്ളവർക്ക്, അവിടെ സന്ദർശിച്ചിട്ടുള്ള നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. കാരണം കൃഷി ചെയ്താൽ എല്ലാം വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് EWS സർട്ടിഫിക്കറ്റിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വ്യവസ്ഥകളിലെ വ്യത്യാസം മനസ്സിലാക്കി കേന്ദ്ര സർക്കാരിൻ്റെ വ്യവസ്ഥകൾക്ക് അനുസൃതമായി സംസ്ഥാന സർക്കാരിൻ്റെ വ്യവസ്ഥകളും പുനഃക്രമീകരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഞങ്ങൾക്ക് സർക്കാരിൻ്റെ മുമ്പിൽ വയ്ക്കാനുണ്ട്. അതുപോലെ തന്നെ കർഷകർ ഈ മലയോര മേഖലയിൽ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഫെയർ വാല്യൂ നിശ്ചയിക്കുന്നതിൽ വന്നിരിക്കുന്ന വലിയ അപാകത. അതായത് ഒരു പഞ്ചായത്തിലെ സർവ്വഭൂമിക്കും ഒരേ ഫെയർ വാല്യൂ നിശ്ചയിക്കുന്ന വലിയ അപകടമാണ് ഇവിടെ കാണുന്നത്. അതായത് വഴിയോരത്ത് ടൗണിനോട് ചേർന്ന് സൗകര്യപ്രദമായ സ്ഥലത്തിന് നിശ്ചയിച്ചിരിക്കുന്ന അതേ വില തന്നെ ഗതാഗത സൗകര്യങ്ങളില്ലാതെ പാറക്കെട്ടുകൾ നിറഞ്ഞ മലമ്പ്രദേശങ്ങൾക്കും അതേ ഫെയർ വാല്യൂ നിശ്ചയിച്ചിരിക്കുന്നതിനാൽ മനുഷ്യർക്ക് ഭൂമി കൈമാറ്റം ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. ഈ റീസർവേയോടനുബന്ധിച്ച് ശാസ്ത്രീയമായ പഠനം നടത്തി ഫെയർ വാല്യൂ പുനർനിർണയിക്കണം എന്ന നിർദ്ദേശം ഞങ്ങൾക്ക് സർക്കാരിൻ്റെ മുമ്പിൽ വയ്ക്കാനുണ്ട്. അവസാനമായി ഒരു കാര്യവും കൂടി സർക്കാരിനെ അറിയിക്കാനുള്ളത്, ഇപ്പോൾ കർഷകരെ മുഴുവനും കബളിപ്പിച്ചുകൊണ്ട് ESAയുടെ വിസ്തീർണം പഴയതുപോലെ കസ്തൂരി രംഗൻ കമ്മീഷൻ്റെ റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നത് 9387 ചതുരശ്ര കിലോമീറ്റർ ആണ് വനഭൂമിയായി നിർണയിക്കപ്പെട്ടിരുന്നത്. അത് ഈ ESA ആയി പുനർനിശ്ചയിച്ചിരുന്നത്. പിന്നീട് അത് കുറച്ച് 8837 സ്ക്വയർ കിലോമീറ്റർ സ്ഥലമാക്കി ഉമ്മൻ കമ്മീഷൻ ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് ശേഷം സമർപ്പിച്ച ആ കണക്കുകൾ കേന്ദ്രം അംഗീകരിക്കുമെന്നാണ് മുൻ സർക്കാരുകൾ അടക്കം ഉറപ്പ് നൽകിയിരുന്നത്. പക്ഷേ ഇപ്പോൾ വീണ്ടും
കേന്ദ്രം നടത്തിയിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ പഴയ അതേ കണക്ക് തന്നെയാണ്. 9387 ചതുരശ്ര കിലോമീറ്റർ സ്ഥലം ഇപ്പോൾ ESA വിജ്ഞാപനത്തിൻ്റെ പരിധിയിൽ നിലനിർത്തിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മലയോര കർഷകർ ഏറ്റവും വലിയ സമരം നടത്തി അവർക്ക് വേണ്ടി സ്പെഷ്യൽ കമ്മീഷനെ നിയമിച്ച് ഉമ്മൻ കമ്മീഷൻ്റെ പഠനങ്ങളുടെ വെളിച്ചത്തിൽ പുറത്തു കൊണ്ടുവന്ന ശരിയായ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞ് അന്നത്തെ ജനങ്ങളുടെ സമരങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് പഴയ റിപ്പോർട്ട് തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള വിജ്ഞാപനം വന്നിരിക്കുകയാണ്. ഇത് മലയോരത്ത് വീണ്ടും സമരത്തിലേക്ക് ഒരു ജനതയെ തള്ളിവിടുന്ന സമീപനമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ കാര്യത്തിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സമയോചിതമായി ഇടപെടേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന റിപ്പോർട്ടുകൾ വേണ്ട രീതിയിൽ കേന്ദ്രം പഠിക്കാത്തതാണോ, അഥവാ ഇവിടെ നിന്ന് കൊടുക്കുന്ന റിപ്പോർട്ടുകളുടെ അപാകതയാണോ ഇപ്രകാരമുള്ള അബദ്ധങ്ങൾ ആവർത്തിക്കുന്നതിൻ്റെ പിന്നിലുള്ളത് എന്ന് ഞങ്ങൾ കർഷകർക്ക് സംശയമുണ്ട്. EWS സമുദായത്തിന് ഗുണകരമാകാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ വേണ്ട രീതിയിൽ സർട്ടിഫിക്കറ്റുകൾ സംലഭ്യമല്ലാത്തത് കൊണ്ടാണ്. അതായത് ഈ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗങ്ങളിലെ ആളുകൾക്ക് വേണ്ടിയാണല്ലോ ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത്. അതിന് അർഹതപ്പെട്ടവരിൽ 80% പേർക്ക് ഈ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. അതുകൊണ്ടാണ് സമുദായത്തിന് അതിൻ്റെ പ്രയോജനം ലഭിക്കാതെ പോകുന്നത്. കാര്യക്ഷമമല്ല എന്ന് പറഞ്ഞ് സർക്കാരുമായിട്ടൊരു ഏറ്റുമുട്ടലല്ല ഞങ്ങൾ കർഷകർ ആഗ്രഹിക്കുന്നത്. മറിച്ച് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അടിസ്ഥാനപരമായി ഈ കർഷകൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള, അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സർക്കാരിൻ്റെ ആത്മാർത്ഥമായ ശ്രദ്ധയും സഹകരണവുമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സർക്കാർ പല കാര്യങ്ങൾ ഇതിനോടകം ചെയ്തു എന്നുള്ളത് കർഷകർ നന്ദിയോടെ അനുസ്മരിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ മലയോരങ്ങളിലെല്ലാം സഞ്ചരിച്ചപ്പോൾ കണ്ടത് അവർ പല കാര്യങ്ങളും സർക്കാർ പ്രാഥമികമായി ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത് നന്ദിയോടെ ഓർക്കുന്നതോടൊപ്പം അത് ഒരു ശാശ്വതമായ പരിഹാരമല്ല. ശാശ്വതമായ പരിഹാരത്തിന് കർക്കശമായ കർമ്മ പദ്ധതി, പ്രത്യേകിച്ചൊരു മലയോര പാക്കേജ് തന്നെ ആവശ്യമുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നു. കഴിഞ്ഞ സർക്കാർ പാസ്സാക്കിയ, നിയമസഭയിൽ പാസ്സാക്കിയ വന്യമൃഗങ്ങളുടെ ഈ പെരുകൽ നിയന്ത്രിക്കുന്ന കൃഷിഭൂമിയിലേക്കുള്ള കടന്നുകയറ്റങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ പാസ്സാക്കിയ ബില്ല് മലയോര ജനത വർഷങ്ങളായി ആവശ്യപ്പെടുന്ന ഒരാവശ്യത്തിൻ്റെ സാക്ഷാത്കാരമായിരുന്നു. ആ ബില്ല് നമുക്കറിയാവുന്നതുപോലെ അത് രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് അത് കേന്ദ്ര സർക്കാരിൻ്റെ അധികാര പരിധിയിൽ പെടുന്ന കാര്യമാണ്. ആ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആ ബില്ല് സഹായകമായി. പക്ഷേ അത് കേന്ദ്ര സർക്കാർ ആ ബില്ലിൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കി കർഷകരുടെ പക്ഷത്ത് നിന്ന് തീരുമാനമെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. തീർച്ചയായും ഈ മലയോരത്തെ പ്രത്യേക സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഇവിടുത്തെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പഠിക്കാനും സമയബന്ധിതമായി മുന്നറിയിപ്പ് നൽകാനുമുള്ള ഒരു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തന്നെ ഈ മലയോര ഭാഗത്ത് സ്ഥാപിക്കേണ്ടതാണ്. FCRA ബില്ലിനെ കുറിച്ച് സഭയ്ക്ക് ഉള്ള ആശങ്കകൾ ഞങ്ങൾ പങ്കുവച്ചിട്ടുള്ളതാണ്. അതായത് FCRA ബില്ല് വിദേശത്ത് നിന്ന് സഹായം ലഭിക്കുന്നവർ കൃത്യമായ കണക്കുകൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നും ഈ പണം അതിൻ്റെ ശരിയായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണമെന്നും രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നും പറയുന്ന ആശയങ്ങളോട് ഞങ്ങൾ സർവാത്മന യോജിക്കുന്നു. പക്ഷേ ഇതിനകത്ത് അടിസ്ഥാനപരമായ വിഷയമായി ഞങ്ങൾ കരുതുന്നത് ഇതിൽ ചില അപകടകരമായ വകുപ്പുകൾ എഴുതി ചേർത്തു എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും ഒരു വലിയ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ചെറിയൊരു വിദേശ സഹായം ലഭിച്ചു. ഇപ്പോൾ ഒരു പള്ളി പണിയാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ആശുപത്രി പണിയുന്നതിന് വേണ്ടി ഇവിടുത്തെ മനുഷ്യരെല്ലാവരും കൂടി, സമുദായ അംഗങ്ങളെല്ലാവരും കൂടി സംഭാവന നൽകി 10 കോടി രൂപയുടെ ഒരു കെട്ടിടം പണിയുമ്പോൾ 10 ലക്ഷം രൂപയുടെ വിദേശ സഹായം അതിന് കിട്ടിയെന്ന് പറഞ്ഞാൽ ആ വിദേശ സഹായത്തിൻ്റെ അക്കൗണ്ട് മരവിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് റദ്ദാക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് റദ്ദാക്കാനുള്ള അധികാരവും
ഭരണകൂടത്തിനാണ് എന്ന് നമുക്കറിയാം. അതിൻ്റെ വെളിച്ചത്തിൽ ഈ മുഴുവൻ പ്രോപ്പർട്ടിയും കണ്ടുകെട്ടുന്ന സാഹചര്യം എന്നൊക്കെ പറയുന്നത് സാമാന്യനീതിയുടെ ലംഘനമാണ് എന്നാണ് സഭ കരുതുന്നത്. ആ അർത്ഥത്തിലാണ് FCRA ബില്ലിനെ സഭ എതിർക്കുന്നത്. ഇതിനകത്തെ അനീതിപരമായ വ്യവസ്ഥകൾ നീക്കം ചെയ്യണം. നിലവിൽ തന്നെ വളരെ കൃത്യവും സുതാര്യവുമായൊരു നിയമവ്യവസ്ഥിതി FCRA ധനവിനിയോഗത്തെ സംബന്ധിച്ച് രാജ്യത്ത് നിലവിലുണ്ട്. അതിൽ കൂടുതലുള്ള ഞെരുക്കപ്പെടുത്തലുകൾ പലപ്പോഴും നല്ല ഉദ്ദേശത്തോടെ അല്ല എന്ന ചിന്തയാണ് സഭ പങ്കുവയ്ക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി പിതാവ് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പിതാവ് പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ പുഴയോരങ്ങളിലും മറ്റ് തോടുകളിലൊക്കെ മണ്ണും മണലും വന്ന് അടിഞ്ഞു കിടക്കുക. അത് ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ് പെട്ടെന്നുണ്ടാകുന്ന ഈ വെള്ളപ്പൊക്കം പുഴയെ മൂടി കര എടുക്കുന്നത് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മണലുകൾ വാരി എടുക്കുവാനും അത് ഉപയോഗപ്രദമായ രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് അഡീഷണലായി ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അഭിനന്ദ പിതാവ് പറഞ്ഞതുപോലെ ഈ കാര്യത്തിൽ കർഷകർക്ക് അനുകൂലമായ നിലപാടെടുക്കണമെന്നാണ് കത്തോലിക്ക കോൺഗ്രസ്സിന് ആവശ്യപ്പെടാനുള്ളത്. ഈ കാട്ടിലുള്ള പന്നിയെ പോയി വെടിവെച്ച് കൊല്ലുന്ന കാര്യമല്ല ഞങ്ങൾ പറയുന്നത്. കർഷകരുടെ കൃഷിയിടങ്ങളിൽ ഇറങ്ങി കൃഷിക്ക് നാശം സംഭവിപ്പിക്കുകയും മനുഷ്യർക്ക് ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കുമല്ലോ, ഒരു വീട്ടിൽ കാട്ടുപന്നി കയറി ഒരു കുഞ്ഞിനെ തൊട്ടിയിൽ കിടത്തിയിരുന്ന സ്ഥലത്ത് വലിയ കോലാഹലം ഉണ്ടാക്കിയത്. അപ്രകാരമുള്ള ഒരു പന്നിയെ വെടിവെക്കാൻ വേണ്ടി ലൈസൻസുള്ള ആൾ അടുത്ത വില്ലേജിൽ നിന്ന് വരുമ്പോഴത്തേനും കൊച്ചിൻ്റെ ജീവൻ പോയിരിക്കും. അതുകൊണ്ട് ഈ കത്തോലിക്ക കോൺഗ്രസും ഞങ്ങൾ ഓരോരുത്തരും പറയുന്നത് ഇതിന് പ്രായോഗികമായ സമീപനം സ്വീകരിക്കണമെന്നുള്ളതാണ്. അത് വളരെ പ്രത്യേകം ഗവൺമെൻറ് ശ്രദ്ധിക്കണം. അത് തലശ്ശേരി അതിരൂപത കേന്ദ്രത്തിലെ നേതൃത്വം വഹിക്കുന്ന പുതിയ ബഹുമാനപ്പെട്ട മുഖ്യ ജനറാളച്ചൻ മോൺസിഞ്ഞോർ ആൻ്റണി മുതുകുന്നേലച്ച, അതുപോലെ സംഘടനകളുടെ കാര്യങ്ങൾ നോക്കുന്ന ബഹുമാനപ്പെട്ട ജനറാളച്ചൻ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ പാലാക്കുഴി അച്ച, അതുപോലെ ഈ തലശ്ശേരി അതിരൂപതയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും അഭിനന്ദ പിതാവിനോട് ചേർന്ന് ക്രോഡീകരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ചാൻസലർ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസഫ് മുട്ടത്തുകുന്നേലച്ച, കത്തോലിക്ക കോൺഗ്രസിൻ്റെ തലശ്ശേരി അതിരൂപതയുടെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ ഫിലിപ്പ് വെളിയത്ത് സാറ്, ജനറൽ സെക്രട്ടറി ശ്രീ ജിമ്മി ആയിത്തമറ്റം സാറ്, ട്രഷറർ ബഹുമാനപ്പെട്ട സുരേഷ് കാഞ്ഞിരത്തിങ്കൽ സാർ, അതുപോലെ വൈസ് പ്രസിഡന്റ് ശ്രീ ടോമി കണയാങ്കൽ, സെക്രട്ടറി ബഹുമാനപ്പെട്ട ജെയിംസ് പേരുക്കുന്നേൽ സാറ്, ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകരെ, ഈ ദിവസങ്ങളിൽ നമുക്കറിയാം കേരളം മഴക്കെടുതിയിലൂടെ വലിയ ദുരിതത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. അഭിനന്ദ പിതാവിൻ്റെ നേതൃത്വത്തിൽ കത്തോലിക്ക കോൺഗ്രസിൻ്റെ സഹകരണത്തോടെ ഈ ദുരിതബാധിത പ്രദേശങ്ങളൊക്കെ അഭിനന്ദ പിതാവ് നേരിട്ട് സന്ദർശിച്ച് അവിടുത്തെ കാര്യങ്ങൾ കണ്ടു. ഒത്തിരിയേറെ സാധാരണക്കാർ വളരെ പ്രയാസത്തോടെ പിതാവിൻ്റെ മുമ്പിൽ പരാതികൾ പറഞ്ഞു, സഹായം അഭ്യർത്ഥിച്ചു. ഒത്തിരിയേറെ പേരെ പിതാവ് തന്നെ വ്യക്തിപരമായിട്ട് ആ സമയത്ത് തന്നെ സഹായിച്ചു ഞങ്ങളവിടെ ചെന്നപ്പോൾ. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമായില്ല. ഗവൺമെൻറ് മുന്നിട്ടിറങ്ങിയാലേ ഇത് ഈ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കപ്പെടുകയുള്ളൂ, പുനർനിർമ്മാണം നടക്കുകയുള്ളൂ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ഇടപെടലാണ്. അതുകൊണ്ട് പിതാവ് തന്നെയാണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത്, മാധ്യമപ്രവർത്തകരെ ക്ഷണിച്ച് അവർക്ക് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുക്കണം. കാരണം മാധ്യമപ്രവർത്തകർ വിചാരിച്ചാലേ ഇത് പൊതുജന ശ്രദ്ധയിലും സർക്കാരിൻ്റെ ശ്രദ്ധയിലും കൃത്യമായിട്ട് എത്തിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നിങ്ങളെല്ലാവരും ആ മലയോര പ്രദേശത്തെ പാവപ്പെട്ട ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്നതിന് അഭിനന്ദ പിതാവിൻ്റെ പേരിൽ, ഇവിടെയുള്ള രൂപതാ നേതൃത്വത്തിൻ്റെ പേരിൽ, കത്തോലിക്ക കോൺഗ്രസിൻ്റെ അതിരൂപതാ നേതൃത്വത്തിൻ്റെ പേരിൽ എല്ലാ മാധ്യമപ്രവർത്തകർക്കും ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുകയാണ്.